ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതാരുമല്ല, ക്രിക്കറ്റ് ലോകത്തെ വളരെ ഇളകിമറിപ്പിച്ച ഒരു യുവാവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്, സഞ്ജു സാംസൺ, തിരുവനന്തപുരം. ആ ചെറുപ്പക്കാരൻ്റെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ച് അവൻ ആ കളിക്കളത്തിൽ വിശ്വസ്തമായി പോരാട്ടം നടത്തുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അവന് ഒരു വലിയ വിജയം ലഭിക്കാൻ കാരണമായി തീർന്നു. മലയാളികളുടെ മനസ്സിനെ കീഴടക്കി, ലോകം മുഴുവൻ കീഴടക്കി അവൻ പ്രശസ്തി നേടുവാൻ ഇടയായി തീർന്നു. അവൻ്റെ മാതാവ് അതിനുശേഷം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇങ്ങനെ ഇട്ടു. ആ കുറിപ്പിന് ഇങ്ങനെയായിരുന്നു, ഒരു വേദവാക്യമായിരുന്നു ആ മാതാവ് എഴുതി വെച്ചത്. 118-ാം സങ്കീർത്തനം 22-ാം വാക്യമായിരുന്നു ആ മാതാവ് ഇങ്ങനെ കുറിച്ചത്. പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് എന്നാണ് എഴുതിയിരുന്നത്. വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് അത് പൂർണ്ണമായിട്ടും വായിക്കുന്നത്: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. തള്ളിക്കളയിൽ പലപ്പോഴും അനുഭവിച്ച ഒരാളാണ് സഞ്ജു സാംസൺ. താൻ എത്തിയ മേഖലയിലൊക്കെ തൻ്റെ കഴിവുകളെ നിസ്സാരവൽക്കരിച്ചു, അവസരങ്ങൾ കൊടുക്കാതിരുന്നു, ഒഴിവാക്കലുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ആ യുവാവിന് അവസരം വീണ് കിട്ടി. അവൻ പ്രശസ്തനായി മാറ്റപ്പെട്ടു. ഇതുപോലെ ലോകത്തിലായിരിക്കുന്ന ഓരോരുത്തരും ഓരോരോ സന്ദർഭങ്ങളിൽ തള്ളിക്കളയലിൻ്റെ അനുഭവങ്ങൾ അനുഭവിച്ചവരായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഓരോ വ്യക്തിക്കും ഓരോ അനുഭവങ്ങൾ പറയുവാൻ കാണും. തള്ളിക്കളയിൽ അത് നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതല്ല. എന്താണ് തള്ളിക്കളയൽ? നമ്മുടെ കഴിവുകളെയും നമ്മുടെ വ്യക്തിത്വത്തെയും അംഗീകരിക്കാൻ കഴിയാതെ നിസാരവൽക്കരിക്കുന്ന അനുഭവമാണ് തള്ളിക്കളയിലൂടെ ഉണ്ടാകുന്നത്. സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സന്ദർഭമുണ്ടായി എന്ന് വരാം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നാം വിജയിക്കുവാൻ വേണ്ടി ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയാതെ നമ്മെ തള്ളിക്കളയുന്ന, അകറ്റി നിർത്തുന്ന ആളുകൾ ഒരുപക്ഷെ നമുക്ക് ഉണ്ടായി എന്ന് വരാം. ചില ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷവാനായി ഇരിക്കാത്തത് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയുവാൻ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. എൻ്റെ വീട്ടുകാർ എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ കഴിവിനെ അംഗീകരിക്കുന്നില്ല, എന്നെ അവർ സ്നേഹിക്കുന്നില്ല, എന്നെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് ഒരു കുടുംബ അംഗത്തിന് താങ്ങുവാൻ കഴിയുന്നതിനപ്പുറമാണ്. ഒരുപക്ഷെ വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കൂട്ടുകാർ നമ്മെ കൂട്ടത്തിൽ കൂടാതെ തള്ളിക്കളയുന്ന, അകറ്റി നിർത്തുന്ന സന്ദർഭം ഉണ്ടായെന്ന് വരാം. അത് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കൂടെ നിൽക്കുന്ന കൂട്ടുകാർ തള്ളിക്കളയുമ്പോൾ, ഉറ്റ സ്നേഹിതർ തള്ളിക്കളയുമ്പോൾ, വീട്ടുകാർ തള്ളിക്കളയുമ്പോൾ മാനസികമായി നമുക്ക് താങ്ങുവാൻ കഴിയുന്നതിന് അപ്പുറമാണ്. ചില ആളുകൾ പറയാറുണ്ട്, എന്നെ ആർക്കും വേണ്ട, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല, ആരും എന്നോട് മിണ്ടുന്നില്ല, എല്ലാവരും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു.
സത്യത്തിൽ അത് മനുഷ്യന് താങ്ങുവാൻ കഴിയുന്നതിനപ്പുറമായ കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, എല്ലാവരും തള്ളിക്കളഞ്ഞാലും എല്ലാവരും ഉപേക്ഷിച്ചാലും എല്ലാവരും നമ്മെ കൈവിട്ടാലും കൈവിടാത്ത, തള്ളിക്കളയാത്ത ഒരാൾ ഉണ്ട്. അത് മറ്റാരുമല്ല, ഇഹലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് അവൻ. യേശുക്രിസ്തുവിന് സംഭവിച്ചത് തന്നെയാണ്. അവൻ ഇവിടേക്ക് വന്നപ്പോൾ സ്വന്തക്കാരിലേക്ക് ചെന്നു. സ്വന്തക്കാരായ ആളുകൾ അവനെ തള്ളിക്കളഞ്ഞു, അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു. ആ മശികയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു, ഈ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അവൻ അത്ഭുതം ചെയ്തത് കണ്ട് ആനന്ദിച്ചവർ, അവൻ അത്ഭുതത്തിൽ കൊടുത്ത അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചവർ, രോഗത്തിൻ്റെ കാഠിന്യം ഏറിയപ്പോൾ അവനിടയ്ക്ക് ചെന്നപ്പോൾ അവനവരെ തൊട്ട് സൗഖ്യമാക്കിയ സൗഖ്യം അനുഭവിച്ചവർ, അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ പ്രസംഗം കേട്ട ആളുകൾ, അവൻ്റെ സ്നേഹിതന്മാരായി അരുമശിഷ്യന്മാരായി കൂടെ ഇന്ന ആളുകൾ പോലും അവനെ തള്ളിക്കളഞ്ഞു. അവന് ശിഷ്യന്മാരിൽ പ്രധാനിയായ ഒരാളുണ്ടായിരുന്നു, മറ്റാരുമല്ല, പത്രോസ്. അവനും കർത്താവിനെ തള്ളിപ്പറഞ്ഞു. സ്നേഹിക്കേണ്ടവർ, കരുതേണ്ടവർ തള്ളിക്കളഞ്ഞു കർത്താവിനെ. എന്നാൽ കർത്താവ് അവരെ തള്ളിക്കളഞ്ഞില്ല. കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞിട്ടും അവരെ തള്ളിക്കളയാതെ മാറോട് ചേർത്തുള്ളവനാണ് നമ്മുടെ കർത്താവ്. കർത്താവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു. അവന് യേശുവിനെതിരായി പ്രാകുവാനും ആണയിടുവാനും ഒക്കെ തുടങ്ങി. അങ്ങനെ കഠിനമായ സാഹചര്യങ്ങൾ ചെയ്തിട്ടും കർത്താവ് അവനെ തള്ളിക്കളയാതെ ചേർത്ത് കൊണ്ടു. അപ്പോൾ ഈ ലോകത്തിലെ ആളുകളെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും നമ്മെ തള്ളാത്ത ഒരു കർത്താവുണ്ട്. അവൻ നമ്മെ തള്ളിക്കളയത്തില്ല. എവിടെയാണ് ഈ തള്ളിക്കളയൽ ഉണ്ടാകുന്നത്? നാം വായിച്ച ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. എന്തിനാണ് വീട് പണിയുന്നത്? വീട് പണിയുന്നത് നമുക്ക് സ്വസ്ഥമായി പാർക്കുവാൻ വേണ്ടിയാണ്, ഒന്ന് തലചായ്ക്കുവാൻ വേണ്ടിയാണ്. പ്രകൃതിയുടെ ക്ഷോഭങ്ങളിൽ നിന്ന്, വെയിലിൽ നിന്നൊക്കെ ഒരു തണൽ ലഭിച്ച്, കാട്ട് മൃഗങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ലഭിക്കത്തക്ക നിലയിൽ ഒരു കൂടാരമുണ്ടാക്കി അതിനുള്ളിൽ പാർക്കുവാൻ വേണ്ടിയാണ് വീട് പണിയുന്നത്. പക്ഷേ ഇവിടെ ആ വീട് പണിയുന്നവർ കല്ല് തള്ളിക്കളഞ്ഞു. പ്രധാനപ്പെട്ട ഒരു കല്ല്. ഒരുപക്ഷേ ആ തള്ളിക്കളലിന് പല ന്യായങ്ങൾ പറയുവാൻ കാണുമായിരിക്കാം. അതിന് നല്ല ഷേപ്പില്ല, അത് വലുതാണ് അല്ലെങ്കിൽ ചെറുതാണ്, മറ്റുള്ള കല്ലിനോട് യോജിച്ചിരിക്കാൻ കഴിയാത്തതാണ്, നിറവ്യത്യാസമുണ്ട്, ഭംഗിക്ക് കുറവുണ്ട് എന്നൊക്കെ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് ആ കല്ല് തള്ളിക്കളഞ്ഞാലും, പക്ഷേ നല്ല പണിക്കാരനായ ഒരാൾ ചെല്ലുമ്പോൾ അടിസ്ഥാനം ഇടുവാൻ വേണ്ടി, ഏറ്റവും അടിയിൽ നന്നായിടുവാൻ വേണ്ടി നല്ല ഒരു കല്ല് നോക്കുമ്പോൾ ഈ തള്ളിക്കളഞ്ഞ, മറ്റുള്ള തള്ളിക്കളഞ്ഞ കല്ലെടുത്ത് ഏറ്റവും അടിയിൽ ആ മൂലക്കല്ലായിട്ടിടും. അതിൽ നിന്നാണ് പണി ആരംഭിക്കുന്നത്. പ്രിയ സ്നേഹിത, നീ ഒരുപക്ഷെ ലോകത്തിൽ തള്ളപ്പെട്ടവനായിരിക്കാം. നിന്റെ സഹോദരങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് വരാം. നിന്റെ മാതാവും പിതാവും നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് വരാം. നിന്റെ സഭ നിന്നെ തള്ളിക്കളഞ്ഞത് വരാം. നിന്റെ കൂട്ടുകാർ, സഹചാരികൾ നിന്നെ തള്ളിക്കളഞ്ഞത് വരാം. എന്നാൽ എക്കാലവും സ്നേഹിക്കുന്ന, തള്ളിക്കളയാതെ കൈ ചേർത്ത് പിടിക്കുന്ന,
മാറോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവമുണ്ട്. എല്ലാവരാലും തള്ളിക്കളഞ്ഞ കർത്താവായ യേശുക്രിസ്തു എന്ന കല്ലിനെ ദൈവം മാന്യമായി എണ്ണിയിട്ട് രക്ഷിതാവായി ദൈവം അവനെ ഉയർത്തി എൻ്റെയും നിൻ്റെയും രക്ഷകനായി അവൻ ഉയർത്തപ്പെടുകയുണ്ടായി. ആ തള്ളിക്കളഞ്ഞ കർത്താവായ യേശുക്രിസ്തു ആവുന്ന കല്ല് കാൽവരിയിൽ തകർക്കപ്പെടുകയുണ്ടായി. അവൻ്റെ തകർക്കപ്പെടൽ മുഖാന്തരമായി അവൻ്റെ ചെങ്കിലെ ചോര ചിന്തപ്പെടുകയും അവൻ്റെ വിലാപ്പുറം കുത്തി തുറക്കപ്പെടുകയും അവൻ്റെ വിഴയാൽ മുറിക്കപ്പെടുകയും അവൻ്റെ കൈകളും കാലുകളും ആണിയാൽ തുളയ്ക്കപ്പെടുകയും ചെയ്ത് തലയിൽ മുൾക്കീഴധാരിയായി കാൽവരി കുരിശിൽ നിനക്ക് വേണ്ടി ഒറ്റപ്പെട്ടവനായി തള്ളപ്പെട്ടവനായി കിടക്കുന്ന കർത്താവിനെ നീ കാണുമോ? നിന്നെ സ്നേഹിച്ച് നിന്റെ പാപത്തെ പരിഹരിപ്പാൻ എല്ലാവരും തള്ളിക്കളഞ്ഞ് നിന്നെ സ്നേഹിക്കുവാൻ നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവിനെ ഈ സമയത്ത് നീ ഓർക്കുമോ? അവൻ നിന്നെ തള്ളിക്കളയുകയില്ല. അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് അവരുടെ കൂടെ ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അവൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷമാണ്. ആ സമയത്ത് അവൻ ഏറ്റുപറഞ്ഞ മറുപടി ലഭിച്ചു, സ്നേഹിത, ഇന്ന് നീ എന്നോട് പറയസിലിരിക്കുമെന്ന് പറഞ്ഞ് അവനെ ചേർത്തുകൊണ്ട് അവനെ തള്ളിക്കളയാതെ മാറോട് ചേർത്ത ഒരു രക്ഷിതാവാണ് നമ്മുടെ ദൈവം. അവൻ ഉയർത്തുന്നേറ്റ് വന്നപ്പോൾ പത്രോസിനെ അവൻ കണ്ടപ്പോൾ അവനവനോട് മിണ്ടാതിരുന്നില്ല. അവനെ മാനസാന്തതി നയിച്ചിട്ട് അവന് ചില ചുമതല ഏൽപ്പിച്ചു. അവനെ സ്നേഹിച്ചു, തള്ളിക്കളഞ്ഞില്ല. അവനെ അടിച്ചവർ അവന് മുമ്പാകെ വന്ന് കാണും, അവനെ ഉപദ്രവിച്ചവർ അവന് മുമ്പാകെ വന്ന് കാണും. പക്ഷേ അവരെ ആരെയും തള്ളിക്കളഞ്ഞില്ല. ആര് അവനെ ഏറ്റുപറയുന്നു അവരെ തള്ളിക്കളയാതെ അവൻ്റെ മകനാക്കി തീർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയ ശൗലെന്ന ആ യുവാവിനെ ദൈവം കൈവിട്ടില്ല, അവനെ തള്ളിക്കളഞ്ഞില്ല. എന്നെ ഉപദ്രവിക്കുവാൻ, എൻ്റെ ദാസന്മാരെ ഉപദ്രവിക്കുവാൻ പോയവനാണ് എന്ന് വരികയിലും അവനെയും ചേർത്തുകൊണ്ടു പൗലോസാക്കി മാറ്റി. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ദൈവത്തിനത്തെ അകലെയായിരിക്കാം. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ മനസ്സുള്ള സ്നേഹവാനായ ദൈവത്തിൻ്റെ കരം നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ വചനത്തിലൂടെ, ഈ ഗാനത്തിലൂടെ നിന്റെ സമീപത്തേക്ക് അവൻ്റെ സ്നേഹമാകുന്ന കരം വരികയാണ്. ഈ സമയത്ത് നീ അവനെ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ അവനെ കൈകൊടുക്കുവാൻ നീ തയ്യാറാണോ? നിന്റെ മനസ്സവനെ ഇട്ടുകൊടുക്കുവാൻ തയ്യാറാണോ? എല്ലാവരും നിന്നെ ഉപേക്ഷിക്കട്ടെ, ലോകക്കാർ ഉപേക്ഷിക്കട്ടെ, സ്വന്തക്കാർ ഉപേക്ഷിക്കട്ടെ, ഭാര്യ ഉപേക്ഷിക്കട്ടെ, ഭർത്താവ് ഉപേക്ഷിക്കട്ടെ, മക്കൾ ഉപേക്ഷിക്കട്ടെ, സ്നേഹിതർ ഉപേക്ഷിക്കട്ടെ, എല്ലാവരും ഉപേക്ഷിച്ചാലും തള്ളിക്കളയാത്ത കർത്താവ് കൂടെയുണ്ട്.